എന്റെ തന്തക്ക് വിളിക്കാൻ മാത്രം പൂറി മോനെ നീ ആരാ മൈര? ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര്. ഓക്രിത്തരം കാണിച്ച ഇങ്ങനെയായിരിക്കും വീട്ടിലിരിക്കുന്നവരൊക്കെ കേൾക്കേണ്ട വരും മച്ചാനെ. എന്റെ ഡാഡി ഒറ്റടത്തിനെ പറഞ്ഞു വിടില്ലട്ടാ. നിന്നെ പോലെ തന്തയിലായ്മ പറഞ്ഞ പിന്നെ വിളിക്കാതെ ആരെ പിന്നെ വിളിക്കണ്ടേ? എടാ നിന്റെ അപ്പന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നിന്നെ പണ്ടേ വെട്ടി എറിഞ്ഞ് കുടിച്ചു മൂടിയാണ്. അല്ലെ ചില്ലറ കഴയല്ലേ അവന്റെ അഴുക്കച്ചെറുക്കൻ തന്തേക്കാൾ മോശം. കരിയപ്പലയാടി പൊലയാടി മോനെ, എനിക്ക് എന്നോട് ഇത്രേ പറയാനുള്ളൂ. എന്റെ വീട്ടുകാർക്ക് കരിവേപ്പില വെച്ച് എന്ത് നീ പറഞ്ഞു? അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? ഈ എത്ര വലിയ കുണ്ണ ഗെയിമർ എന്ത് പൂർണ്ണയാലും ഒരു മയരില്ല, മനസ്സിലായില്ലേ? ആദ്യം നിന്റെ ഷോ നിർത്തും. ഞാൻ നിന്റെ അടുത്ത് വയല അറിയാതെ വേണമെന്നുള്ള സംഭവം വന്നു. അതിന് ഞാൻ പറഞ്ഞു സോറി വെക്കാൻ. എന്തൊരു നീചനാണ്. പാവോടാ, അവനിങ്ങനെ പേടിപ്പിക്കണ്ടായിരുന്നു. നിന്റെ തന്ത എന്നുള്ള വാക്ക് അറിയാതെ എന്റെ വായിൽ വന്നതാ. സോറി എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളെല്ലാം ഹാപ്പി ആയിട്ട് ഒരു പര്യവസാനം. അറിയാതെ എന്റെ വായിന്ന് വന്നു പോയതാണ് നിന്റെ തന്ത എന്നുള്ള വാക്ക്. നിന്റെ തന്തയെ പോയി വിളിക്കാൻ പറഞ്ഞത് അറിയാതെ വന്നു പോയതാ. ഞാനിത് കേൾക്കേണ്ടവനാ. നീ ഇത് കേൾക്കണം തന്നെയാണ്. ഞാനും അറിയാതെ തന്തയ്ക്ക് പറഞ്ഞു പോയി. കഴിഞ്ഞില്ലേ? പ്രശ്നം കഴിഞ്ഞില്ലേ? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. വീട്ടിലുള്ള ആൾക്കാർ തന്തക്കും മരുന്ന് വിളിക്കരുത്. വിളിക്കാൻ നിൽക്കണ്ട പൂറി മോനെ. ശരി, അച്ചിലോക്കി കുറിതൊട്ട വാണവേ. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ അകത്ത് പോയി കിടക്കാൻ പോണു. പോവാ.